DGP S. ശ്രീജിത്തിന്റെ വിവാദ വിദേശയാത്രയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. S. ശ്രീജിത്തിനെതിരായ പരാതികളിൽ വ്യക്തമായ തെളിവില്ല എന്നും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ ജൂനിയർ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് സാവകാശം തേടിയ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നടപടിയിൽ സിംഗിൾ ബെഞ്ച് രൂക്ഷ വിമർശനമുയർത്തി. DGP S. ശ്രീജിത്തിനെതിരെ ദിബിൻ എടവന നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ തീരുമാനം. ഉന്നയിച്ച ആരോപണങ്ങൾ തെളിയിക്കാൻ മതിയായ തെളിവ് നൽകാൻ പരാതിക്കാരന് കഴിഞ്ഞില്ല. ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് S. ശ്രീജിത്തിനെതിരായ ആരോപണമെന്നും ഹൈക്കോടതിയിൽ സർക്കാരിന്റെ മറുപടി. ആയുർവേദ ഗ്രൂപ്പിന്റെ ബ്രോഷറിൽ ഔദ്യോഗിക യൂണിഫോമിലുള്ള ചിത്രം ഉപയോഗിച്ചതിൽ S. ശ്രീജിത്ത് പരാതി നൽകിയിട്ടില്ല. വിദേശയാത്രയുടെ ചെലവുകളും സ്പോൺസർഷിപ്പുമാണോ എന്നതിലും S. ശ്രീജിത്ത് വിശദീകരണം നൽകിയിട്ടില്ലെന്നും സർക്കാരിന്റെ മറുപടി. S. ശ്രീജിത്തിനെതിരെ വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം ഇപ്പോൾ വേണ്ടെന്നാണ് തീരുമാനമെന്നും ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മിൻഹാജ് ആലം ഹൈക്കോടതിയെ നേരിട്ടറിയിച്ചു. പിന്നെ എപ്പോഴാണ് വിജിലൻസ് അന്വേഷണമെന്ന് മിൻഹാജ് ആലത്തോട് ഹൈക്കോടതിയുടെ ചോദ്യം. എന്തുകൊണ്ടാണ് ഉറച്ച തീരുമാനമില്ലാത്തത്? അന്വേഷണം വേണ്ടെന്ന തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കാൻ ജൂനിയർ ഉദ്യോഗസ്ഥനെ നിയോഗിച്ച് അപേക്ഷ നൽകിയതിൽ മിൻഹാജ് ആലമിനെ ഹൈക്കോടതി കുടഞ്ഞു. ക്ലർക്കിന്റെ കയ്യിൽ അപേക്ഷ കൊടുത്തയച്ച് സാവകാശം തേടാൻ ഹൈക്കോടതി വില്ലേജ് ഓഫീസോ താലൂക്ക് ഓഫീസോ ആണോ എന്ന് മിൻഹാജ് ആലമിന് ഹൈക്കോടതിയുടെ വിമർശനം. സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാൻ ഹർജിക്കാരന് ഹൈക്കോടതി അനുമതി നൽകി. അതേസമയം വകുപ്പ് സെക്രട്ടറിമാർ തുടർച്ചയായി കോടതി കയറുന്നതിന്റെ നാണക്കേടിലാണ് സർക്കാർ. IAS ഉദ്യോഗസ്ഥരായ APM മുഹമ്മദ് ഹനീഷിനും K. ബിജുവിനും പിന്നാലെയാണ് മിൻഹാജ് ആലവും ഹൈക്കോടതിയിൽ ഹാജരായത്. ഹൈക്കോടതിയുടെ ഉത്തരവ് പാലിച്ചും മാപ്പ് പറഞ്ഞുമാണ് ഉദ്യോഗസ്ഥർ കോടതി ലക്ഷ്യ നടപടികളിൽ നിന്ന് തലയൂരിയത്. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.